ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കുറച്ച് കിച്ചൺ ടിപ്സ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അടുക്കളയിൽ വീട്ടമ്മമാർക്ക് ഒരുപാട് ഉപകാരമാവുന്ന കുറച്ച് ടിപ്സ് വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 2 ലിറ്ററിൻ്റെ 7-അപ്പിൻ്റെ ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിഭാഗം ഒന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു വലുപ്പത്തിൽ നമ്മൾ കത്രിക വെച്ചിട്ട് ബോട്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ നമ്മുടെ ബോട്ടിലിൻ്റെ മുകൾ ഭാഗവും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അടിഭാഗം മുറിച്ചതിനെക്കാട്ടിലും കുറച്ചും കൂടിയും ഉയർത്തിയിട്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ചുകൂടി ഒരു വലുപ്പത്തിൽ വേണം കട്ട് ചെയ്യാൻ. ഇനി ഇതിൻ്റെ മൂടിയൊന്ന് ഞാൻ ഊരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് കിച്ചണിൽ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പാത്രമൊക്കെ കഴുകുന്ന സ്ക്രബ്ബർ നമ്മളൊരു പാത്രത്തിലൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ അതിൽ ഡ്രൈ ആവാതെ വെള്ളമൊക്കെ കിടന്നിട്ട് ഭയങ്കരമായിട്ട് ബാഡ് സ്മെല്ല് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ബാഡ് സ്മെല്ല് വരുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ നമ്മൾ ബോട്ടിൽ വെച്ച് മുറിച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ സ്ക്രബ്ബറിലുള്ള വെള്ളമൊക്കെ ഇതേപോലെ ഉറ്റി നല്ല ഡ്രൈ ആയിട്ട് നിന്നോളും. അപ്പോൾ നമ്മുടെ സ്ക്രബ്ബറിൽ ഉണ്ടാകുന്ന ആ ഒരു ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മൾ പാത്രം കഴുകി ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ സ്ക്രബ്ബർ എപ്പോഴും നല്ല ഡ്രൈ ആയിട്ടിരിക്കും. അപ്പോൾ നമ്മൾ വെറുതെ കളയുന്ന കുപ്പിയൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്ക്രബ്ബറിലുള്ള സ്മെല്ലൊക്കെ പോയി കിട്ടും. അതേപോലെ നമ്മുടെ സ്ക്രബ്ബറൊക്കെ എപ്പോഴും നീറ്റായിട്ടിരിക്കും. അപ്പോൾ ഈ ഒരു ടിപ്പൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്തായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇനി അടുത്ത ടിപ്സ് എന്താണെന്ന് നോക്കാം. നമ്മളൊരു കറി വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് ഒരു 3-4 പാത്രങ്ങളിലുള്ള വെജിറ്റബിൾസൊക്കെ നമുക്ക് പുറത്തേക്ക് എടുത്ത് വെക്കേണ്ടി വരും. പച്ചമുളക് ഇട്ട് വെക്കുന്ന ബോട്ടിൽ, മല്ലിച്ചപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഓരോ ബോട്ടിലായിരിക്കുമല്ലോ ഇട്ട് വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഒരു കറി വെക്കുമ്പോൾ നമ്മൾ 4-5 ബോട്ടിൽ പുറത്തേക്ക് എടുത്ത് വെക്കേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വേറൊരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതേപോലെ ചെറിയൊരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഈ ബോട്ടിലിൻ്റെ അടിഭാഗം ഒന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ 3 ബോട്ടിലിൻ്റെ അടിഭാഗം ഒന്ന് ഈ ഒരു സൈസിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു വലിയ പാത്രത്തിലേക്ക് ഇതേപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ബോട്ടിൽ ഞാൻ കുറച്ച് കറിവേപ്പില, അതേപോലെ തന്നെ അടുത്ത ബോട്ടിൽ കുറച്ച് പച്ചമുളക്, പിന്നെ അതിൻ്റെ അടുത്ത ബോട്ടിൽ ഞാൻ കുറച്ച് മല്ലിയില എന്നിവയൊക്കെയാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 3 ദിവസത്തേക്ക് കറി വെക്കാനുള്ള പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ ഞാൻ ഈ ഒരു ബോക്സ് തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തീരുന്നതിനനുസരിച്ച് കുറച്ച് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് ഒരൊറ്റ ബോക്സ് എടുത്താൽ മതി. അപ്പോൾ നമ്മളൊരു കറി വെക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പാത്രങ്ങളൊന്നും എടുത്ത് നിരത്തിയിടാതെ ഒരൊറ്റ ടിന്നെടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിച്ചപ്പ് എന്നിവയൊക്കെ അതിൽ തന്നെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഓരോ സാധനങ്ങളായിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്നതും കുറഞ്ഞ് കിട്ടും. പിന്നെ നമുക്ക് പെട്ടെന്ന് കറിയൊക്കെ ആക്കിയെടുക്കാനൊക്കെ ഒരു എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ വെറുതെ കളയുന്ന ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ ഒന്ന് യൂസ് ആക്കി നോക്കുക. അപ്പോൾ ഇതേപോലത്തെ ടിപ്സൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാനും കൂടി ഒന്ന് ശ്രമിക്കണേ. ഇനി അടുത്ത ടിപ്സ്, നമ്മൾ വെജിറ്റബിൾസൊക്കെ ക്ലീൻ ആക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ കിച്ചണിൻ്റെ ആ ഒരു കൗണ്ടർ ടോപ്പിൽ ഒരു പേപ്പർ ഇതേപോലെ വിരിച്ചിട്ട് നമ്മളെല്ലാ വെജിറ്റബിൾസും കട്ട് ചെയ്യുകയൊക്കെ ആണെങ്കിൽ നമുക്ക് കിച്ചൺ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ പിന്നെ നമ്മൾ ഈ ഒരു പേപ്പറിൽ എടുത്ത് വെച്ചിട്ടുള്ള വേസ്റ്റൊക്കെ നമുക്ക് ചെടിക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചെടികളൊക്കെ നന്നായിട്ട് തന്നെ ഉണ്ടാവുകയും ചെയ്യും. കറിവേപ്പിലക്കും ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ പേപ്പർ ഇട്ട് കൊടുത്തിട്ട് ചെയ്തതുകൊണ്ട് തന്നെ കൗണ്ടർ ടോപ്പൊക്കെ നല്ല ക്ലീനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത ടിപ്സ് എന്താണെന്ന് നോക്കാം. അതൊരു ഉപ്പ് വെച്ചിട്ടുള്ളൊരു ടിപ്സാണ്. അപ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്സാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ഈ വെള്ളമൊക്കെ എടുക്കുന്ന കുപ്പി ഉണ്ടല്ലോ, ആ കുപ്പിയൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഉപ്പ് മതി കേട്ടോ. അപ്പോൾ നമ്മൾ ലിക്വിഡൊക്കെ ഇട്ടിട്ട് കഴുകി എടുക്കുകയാണെങ്കിൽ ആ ഒരു ലിക്വിഡിൻ്റെ സ്മെല്ലൊക്കെ ഭയങ്കരമായിട്ടുണ്ടാകും. അപ്പോൾ അതൊക്കെ ആ ഒരു സ്മെല്ല് പോകുന്ന വരെ നമ്മൾ കഴുകി എടുക്കണം. അല്ലെങ്കിൽ അങ്ങനെ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് കുടിക്കുന്നതൊന്നും അത്ര നല്ലതല്ല. അപ്പോൾ അതിനൊക്കെ നമ്മൾ ഈ ഒരു ഉപ്പിട്ടിട്ട് നമ്മൾ ഈ ഒരു ബോട്ടിൽ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ബോട്ടിലിനുണ്ടാകുന്ന സ്മെല്ലും എല്ലാം പോയി കിട്ടും. നല്ല നീറ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഉപ്പും വെള്ളവും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇതേപോലെ കുലുക്കി എടുത്തിട്ട് ഒന്ന് കഴുകി എടുത്താൽ മതി.
അപ്പോൾ നമ്മൾ വീടിൻ്റെ അടുത്തു നിന്നൊക്കെ പാലൊക്കെ മേടിക്കാറുണ്ടെങ്കിൽ ആ ഒരു പാലൊക്കെ ഒരു കുപ്പിയിലാക്കിയിട്ടാണല്ലോ അവർ തരിക. അപ്പോൾ നമ്മൾ ആ ഒരു ബോട്ടിൽ എത്ര കഴുകിയാലും അതിൻ്റെ ആ ഒരു പാലിൻ്റെ സ്മെല്ലൊന്നും പോകാറില്ല. പക്ഷെ നമ്മൾ ഇതേപോലെ ഉപ്പിട്ടിട്ട് കഴുകി നോക്കുകയാണെങ്കിൽ നമ്മൾ പാലും കുപ്പിൻ്റെ സ്മെല്ല് വരെ പോയി കിട്ടും. അത്രയ്ക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഫ്ലാസ്കൊക്കെ കുറേ കാലത്തിന് ശേഷം എടുക്കുകയാണെങ്കിൽ ആ ഫ്ലാസ്കിനൊക്കെ ഒരു സ്മെല്ലായിരിക്കും. ആ സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടാൻ നമ്മൾ ഇതേപോലെ ഒരു സ്പൂണ് ഉപ്പും ഒരല്പം വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് മൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്തെടുത്തിട്ട് കഴുകിയെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ ക്ലീനായി കിട്ടുകയും ചെയ്യും. അതേപോലെ തന്നെ അതിൻ്റെ സ്മെല്ലൊക്കെ പോയി കിട്ടും. ഇനി അടുത്ത ടിപ്സ് എന്താണെന്ന് നോക്കാം. അപ്പം വീട്ടമ്മമാർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു പണിയാണ് ഈ ഒരു വെളുത്തുള്ളിയൊക്കെ തൊലി കളഞ്ഞെടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ തലയും വാലും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. അപ്പോൾ ഈ വെളുത്തുള്ളിയുടെ തലയും വാലും കട്ട് ചെയ്യണമെന്നൊന്നും ഇല്ല, പക്ഷെ കുറച്ചും കൂടി എളുപ്പത്തിലായി കിട്ടുക ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ചെയ്താലാണ്. അപ്പോൾ ഇനി ഓരോ അല്ലികളായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് വിടർത്തി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരു ആഴ്ചത്തേക്ക് 2 ആഴ്ചത്തേക്കൊക്കെ ഉള്ള വെളുത്തുള്ളി ഒന്നായിട്ട് നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. പിന്നെ ഞാൻ കുറച്ച് ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ചൂടോടെ തന്നെ നമ്മൾ വെളുത്തുള്ളി ഇതിലിട്ട് കൊടുക്കാം. അപ്പോൾ ഒരുപാട് വെട്ടി തിളയ്ക്കുന്ന വെള്ളമൊന്നും വേണ്ട, ഒന്ന് ചൂടായാൽ മതി. നമുക്ക് കൈയൊക്കെ തൊടാൻ പാകത്തിനുള്ള ഒരു ചൂടിലുള്ള വെള്ളം മതി. അപ്പോൾ ഇങ്ങനെ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് ഇതേപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ 15 മിനിറ്റിന് ശേഷം നമ്മൾ ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഞെമിണ്ടി കൊടുക്കാം. അപ്പോൾ നമ്മൾ 2-3 പ്രാവശ്യം ഇതേപോലെ ഒന്ന് ഞെമിണ്ടി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ തൊലി കളഞ്ഞ് വരുന്നത് കാണാം. ഇനി നമുക്ക് വെളുത്തുള്ളിയൊക്കെ ഇതേപോലെ ഒന്ന് പെറുക്കിയെടുത്താൽ മതി. അത്രക്കും സിമ്പിളാണ്. അപ്പോൾ നമുക്ക് അച്ചാറിടാനൊക്കെ ആണെങ്കിൽ ഒരുപാട് വെളുത്തുള്ളി തൊലി കളഞ്ഞെടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാം. അതേപോലെ തന്നെ ഒരാഴ്ചത്തേക്കും 2 ആഴ്ചത്തേക്കൊക്കെ നമുക്ക് കറിക്ക് വേണ്ടിയിട്ടൊക്കെ വെളുത്തുള്ളിയൊക്കെ ക്ലീൻ ആക്കി എടുക്കാറുണ്ടല്ലോ, അതും ഈ ഒരു ടിപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ വെളുത്തുള്ളിയൊക്കെ ഇതേപോലെ ക്ലീൻ ആക്കിയിട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഒരുപാട് പണിയൊക്കെ കുറഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് ഒന്നായിട്ട് ഇതേപോലെ ചെയ്ത് വെച്ചാൽ മതി. പിന്നെ നമുക്ക് വെളുത്തുള്ളി തൊലി കളയേണ്ട ഒരാവശ്യം തന്നെ വരുന്നില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പം വളരെ ചെറിയ വെളുത്തുള്ളി വരെ തൊലി കളഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒഴിവുള്ള സമയങ്ങളിലൊക്കെ ഇതേപോലെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല എളുപ്പമായിരിക്കും കുക്കിങ്ങിനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരുപാട് കത്തിയൊന്നും വെച്ചിട്ടൊന്നും തൊലി കളയേണ്ട ആവശ്യമില്ല, ഇതേപോലെ ചെയ്തെടുത്താൽ മതി. പിന്നെ നല്ല പച്ചയായിട്ട് തന്നെ കേട്ടോ നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഓവനിൽ വെച്ചിട്ടൊക്കെ തൊലി കളഞ്ഞെടുക്കുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷെ അതൊക്കെ ഒരു വാടിയിട്ടുള്ള ഉള്ളിയാണ് നമുക്ക് കിട്ടുക. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഫ്രഷായിട്ട് പച്ചയായിട്ടുള്ളത് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും, അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി അടുത്ത ടിപ്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ മാസ്കൊക്കെ വാഷ് ചെയ്തെടുത്തിട്ട് അത് ഉണക്കാനിടുന്ന ഒരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് മാസ്കൊക്കെ ഓരോന്നായിട്ട് ഇടുമ്പോൾ അത് പെട്ടെന്ന് അയലുമെന്നൊക്കെ വീണ് പോകാറാണുള്ളത്. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ക്ലിപ്പ് എടുക്കാം. അപ്പോൾ ഒരു ക്ലിപ്പ് മതി കേട്ടോ, നമുക്ക് ഇത്രയും മാസ്ക് ഇതിൽ തന്നെ വെച്ചിട്ട് നമുക്ക് ഉണക്കിയെടുക്കാം. അപ്പോൾ മാസ്കൊക്കെ ഇതേപോലെ ക്ലിപ്പിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ മാസ്കിൻ്റെ വള്ളിയും ഇതേപോലെ ക്ലിപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്ന് ടൈലിൽ ഇതേപോലെ ഒന്ന് കൊളുത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മാസ്ക് ഒന്നും വീണ് പോവാതെ തന്നെ ഒക്കെ ഉണങ്ങി കിട്ടും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോയിൽ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ ഇതേപോലത്തെ വീഡിയോസുകൾ ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.